നമസ്കാരം. മുഹമ്മദ് നബിയാണ് അവസാനത്തെ പ്രവാചകൻ. നമ്മളെല്ലാവരും കേട്ടുപരിചയിച്ചൊരു കാര്യമാണിത്, അല്ലേ? ഇസ്ലാമിലെ ഈ ഒരു അടിസ്ഥാന വിശ്വാസത്തെ ഒരു പുതിയ കോണിലൂടെ നോക്കിക്കാണുന്ന തികച്ചും വ്യത്യസ്തമായ ഒരു വിശകലനമാണ് നമ്മളിന്ന് ചർച്ച ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് നേരെ വിഷയത്തിലേക്ക് കടക്കാം. ഇതാണ് നമ്മുടെ മുന്നിലുള്ള പ്രധാന ചോദ്യം. മുഹമ്മദ് നബി യഥാർത്ഥത്തിൽ അവസാനത്തെ പ്രവാചകനും ദൈവദൂതനുമായിരുന്നോ? കേൾക്കുമ്പോൾ തന്നെ ഒരു ഞെട്ടലുണ്ടല്ലേ? ഈ ഒരു ചോദ്യത്തിൽ നിന്നാണ് നമ്മുടെ ഇന്നത്തെ ഈ ഒരു വിശകലനം തുടങ്ങുന്നത്. ശരി, അപ്പൊ നമ്മൾ എന്തൊക്കെയാണ് നോക്കാൻ പോകുന്നതെന്ന് ഞാൻ പെട്ടെന്നൊന്ന് പറയാം. ആദ്യം എന്താണ് ഈ അവസാനത്തെ പ്രവാചകൻ എന്ന വിശ്വാസമെന്ന് നോക്കും. പിന്നെ പ്രവാചകന്മാരുടെ കാലഘട്ടത്തെ പറ്റിയൊന്ന് മനസ്സിലാക്കും. അതിനുശേഷം പ്രവാചകത്വത്തിന് ഒരു പുതിയ നിർവചനം കൊടുക്കാൻ ശ്രമിക്കും. പിന്നെ വരുന്നത് വളരെ രസകരമായ ഒരു ആശയമാണ്, സമ്പൂർണനായ മാനേജർ സിദ്ധാന്തം. പിന്നെ ഒരു ദൂതന് മറ്റു ദൂതന്മാരെ അയക്കാൻ പറ്റുമോ എന്നും അവസാനം ഈ വാതിലൊക്കെ ഇപ്പോഴും തുറന്നാണോ ഇരിക്കുന്നതെന്നും നമ്മൾ പരിശോധിക്കും. റെഡിയല്ലേ? ഓക്കെ, അപ്പൊ നമ്മുടെ ആദ്യത്തെ ഭാഗം, അവസാനത്തെ പ്രവാചകൻ. ഏതൊരു പുതിയ കാര്യത്തെപ്പറ്റി സംസാരിക്കുന്നതിനു മുമ്പും നിലവിൽ എല്ലാവരും വിശ്വസിക്കുന്നതെന്താണെന്ന് നമ്മൾ വ്യക്തമായി മനസ്സിലാക്കണമല്ലോ. അതുകൊണ്ട് നമുക്ക് അവിടുന്ന് തന്നെ തുടങ്ങാം. ഇസ്ലാമിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ മുഹമ്മദ് നബിക്ക് ശേഷം വേറൊരു പ്രവാചകനോ ദൈവദൂതനോ വരാൻ കഴിയില്ല എന്നുള്ളത് ഒരടിസ്ഥാന വിശ്വാസമാണ്, ഒരു തർക്കമല്ലാത്ത കാര്യം. ഖുറാനും ഹദീസുകളുമൊക്കെ വ്യാഖ്യാനിച്ചാണ് ഈ ഒരു നിഗമനത്തിലെത്തുന്നത്. അപ്പോൾ നമ്മൾ ഇന്ന് ചർച്ച ചെയ്യുന്ന ഈ പുതിയ കാഴ്ചപ്പാടിന്റെ തുടക്കം ഇവിടെ നിന്നാണ്. ഇനി നമുക്ക് കുറച്ചുകൂടി പുറകിലോട്ട് പോയി കാര്യങ്ങളെ ഒന്ന് വിശാലമായി കാണാൻ ശ്രമിക്കാം. അതായത് പ്രവാചകന്മാരുടെ ആ ഒരു കാലഘട്ടം. ഈ പ്രവാചകത്വം എന്ന ആശയം ഇസ്ലാമിൽ മാത്രമല്ലല്ലോ, യഹൂദമതത്തിലും ക്രിസ്തുമതത്തിലുമൊക്കെയുണ്ട്. അപ്പോൾ ഓരോ മതവും പ്രവാചകത്വത്തിന്റെ അവസാനത്തെ എങ്ങനെയാണ് കാണുന്നത് എന്ന് നമുക്കൊന്ന് നോക്കിയാലോ? ഇവിടെ നോക്കൂ, അബ്രഹാമിക് മതങ്ങളിലെ പ്രവാചകന്മാരുടെ ഒരു ടൈം ലൈൻ കാണാം. യഹൂദമതത്തിൽ നോക്കിയാൽ ഇസ്രായേലിയരിലേക്ക് ഒരുപാട് പ്രവാചകന്മാർ തുടർച്ചയായി വരുന്നുണ്ട്. ഇനി ക്രിസ്തുമതത്തിലേക്ക് വന്നാലോ, യേശുവിന്റെ വരവോടെ ആ പ്രവാചക പരമ്പര അതിന്റെ പാരമ്യത്തിലെത്തുന്നു. എന്നാൽ ഇസ്ലാമിലെത്തുമ്പോൾ മുഹമ്മദ് നബിയോടെ പ്രവാചകന്മാരുടെ ആ ഒരു നിര അവസാനിച്ചു, അതായത് സീൽ ചെയ്യപ്പെട്ടു എന്നാണ് പൊതുവായ വിശ്വാസം. അപ്പോ എന്തുകൊണ്ടാണ് ഓരോ മതത്തിലും ഈ പ്രവാചകത്വം അവസാനിച്ചത്? ഇതിനൊരു കാരണമുണ്ടാകുമല്ലോ. യഹൂദമതത്തിൽ പറയുന്നത് ജെറുസലേമിൽ നിന്ന് പുറത്താക്കപ്പെട്ടതോടെ പ്രവാചകത്വം നിന്നു എന്നാണ്. അവരിനി ഒരു മിശിഹായെയാണ് കാത്തിരിക്കുന്നത്, അല്ലാതെ പ്രവാചകനെയല്ല. ക്രിസ്തുമതത്തിലാണെങ്കിൽ യേശു തന്നെയായിരുന്നു ദൈവത്തിന്റെ ഏറ്റവും വലിയ വെളിപാട്, അതിനപ്പുറം ഒന്നുമില്ല. ഇസ്ലാമിലാണെങ്കിൽ കാരണം വളരെ വ്യക്തമാണ്. മുഹമ്മദ് നബിയെ അവസാനത്തെ പ്രവാചകൻ എന്ന് വിശേഷിപ്പിച്ചിട്ടുണ്ട്. അതോടെ ആ രൂപത്തിലുള്ള വെളിപാടുകൾ പൂർത്തിയായി. ഇനി നമ്മൾ ഈ വിശകലനത്തിന്റെ ഹൃദയഭാഗത്തേക്ക് കടക്കുകയാണ്. പ്രവാചകത്വത്തിന് ഒരു പുതിയ നിർവചനം. ഞാൻ ആദ്യം ചോദിച്ചില്ലേ, മുഹമ്മദ് നബി അവസാനത്തെ പ്രവാചകനായിരുന്നോ എന്ന്? ആ ചോദ്യത്തിനുള്ള ഉത്തരം ഒരുപക്ഷെ അതെ എന്നും അല്ല എന്നും ഒരേ സമയം പറയാൻ പറ്റും. അതെങ്ങനെയാണെന്നല്ലേ? അത് പ്രവാചകത്വം എന്ന വാക്കിനെ നമ്മൾ എങ്ങനെ മനസ്സിലാക്കുന്നു എന്നതിനെ ആശ്രയിച്ചിരിക്കും. നമുക്ക് നബി അഥവാ പ്രവാചകൻ എന്ന വാക്കിൽ നിന്ന് തന്നെ തുടങ്ങാം. ഈ വാക്ക് വന്നത് നെബ എന്ന അറബി വാക്കിൽ നിന്നാണ്. എന്താണ് നെബ എന്ന വാക്കിനർത്ഥം? വാർത്ത. അപ്പോ ഒരു പ്രവാചകൻ എന്ന് പറഞ്ഞാൽ സിമ്പിളായി അദൃശ്യ ലോകത്ത് നിന്ന് വാർത്തകൾ ലഭിക്കുന്ന ഒരാളാണ്. ശരി, ഈ വാർത്തകൾ എങ്ങനെയാണ് അവർക്ക് കിട്ടുന്നത്? ഈ വ്യാഖ്യാനം അനുസരിച്ച് അതിന് 3 വഴികളുണ്ട്. 1, ഒരു മറയ്ക്കു പിന്നിൽ നിന്ന് ദൈവം സംസാരിക്കുന്നത് പോലെ. 2, ഒരു മാലാഖയെപ്പോലെയുള്ള ഒരു ഇടനിലക്കാരൻ വഴി. പിന്നെ 3-ാമത്തേത് പ്രചോദനത്തിലൂടെയോ അല്ലെങ്കിൽ നമ്മൾ കാണുന്ന സത്യസന്ധമായ സ്വപ്നങ്ങളിലൂടെയോ. ഇവിടെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട പോയിന്റ് വരുന്നത്. ഈ വിശകലനം പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, ആദ്യത്തെ 2 രീതിയിലുള്ള ആശയവിനിമയം ഒരുപക്ഷെ അവസാനിച്ചിരിക്കാം. പക്ഷെ 3-ാമത്തേത്, അതായത് സത്യസന്ധമായ സ്വപ്നങ്ങളിലൂടെയുള്ള ആ ഒരു കമ്മ്യൂണിക്കേഷൻ, അതൊരിക്കലും അവസാനിച്ചിട്ടില്ല. അത് ഇന്നും എല്ലാ മനുഷ്യർക്കും വേണ്ടി തുറന്നുകിടക്കുകയാണ്. ഇതിനൊരു ഉദാഹരണം പറയാം. വളരെ അത്ഭുതം തോന്നുന്ന ഒന്നാണ്. ഡയാന രാജകുമാരി പപ്പരാസികളുടെ കാർ ചേസിൽ മരിക്കുന്നതിനു മുമ്പ് വെറും 6 വയസ്സുള്ള ഒരു കുട്ടി ഒരു സ്വപ്നം കണ്ടു. പത്രങ്ങൾ ഡയാനെ ശ്വാസം മുട്ടിക്കുന്നതായിരുന്നു ആ സ്വപ്നം. അപ്പോ ഈ വിശകലനം പറയുന്നതെന്താന്ന് വെച്ചാ, ഇത്തരം ദൈവീകമായ വാർത്തകൾ കിട്ടാൻ പ്രവാചകനാകണമെന്നില്ല. ആ വാതിൽ ഇപ്പോഴും തുറന്നു തന്നെ കിടക്കുകയാണ്. അടുത്തത് ഈ വിശകലനത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ടതും രസകരവുമായ ഒരു ആശയമാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. മുഹമ്മദ് നബിക്ക് ശേഷം കാര്യങ്ങൾ എങ്ങനെ മാറി എന്ന് വിശദീകരിക്കുന്ന സമ്പൂർണനായ മാനേജർ സിദ്ധാന്തം.
ഇതൊരു ഉപമയിലൂടെ മനസ്സിലാക്കാൻ ശ്രമിക്കാം. സങ്കൽപ്പിക്കുക, ദൈവം ഒരു വലിയ വെയർഹൌസിന്റെ ഉടമയാണ്. തുടക്കത്തിൽ ആ വെയർഹൌസിലെ എല്ലാ കാര്യങ്ങളും അദ്ദേഹം നേരിട്ടാണ് മാനേജ് ചെയ്യുന്നത്. അദ്ദേഹം കുറേ മാനേജർമാരെ നിയമിച്ചു. അവരാണ് മുൻകാല പ്രവാചകന്മാർ. അവരൊരു 80% വരെ കാര്യങ്ങൾ ഭംഗിയായി ചെയ്തു. പക്ഷേ ആ അവസാനത്തെ 20% പെർഫെക്റ്റ് ആക്കാൻ ഉടമയ്ക്ക്, അതായത് ദൈവത്തിന്, നേരിട്ടിടപെടേണ്ടി വരുമായിരുന്നു. എന്നാൽ പിന്നെ വന്ന മുഹമ്മദ് നബി, അദ്ദേഹം ഒരു 100% പെർഫെക്റ്റ് മാനേജറായിരുന്നു. അതോടെ ഉടമയ്ക്ക് പൂർണ്ണ വിശ്വാസമായി. അദ്ദേഹം ആ വെയർഹൌസ് നടത്തിപ്പിന്റെ പൂർണ്ണ ഉത്തരവാദിത്തം ഈ സമ്പൂർണനായ മാനേജറെ ഏൽപ്പിച്ചു. അതായത് പുതിയ ദൂതന്മാരെ അയക്കാനുള്ള ചുമതല ഇനി ആ മാനേജർക്കാണ്. അപ്പോ ഒരു ദൂതന് മറ്റു ദൂതന്മാരെ അയക്കാൻ പറ്റുമോ? ഈ സമ്പൂർണനായ മാനേജർ എന്ന ആശയം വെറുമൊരു കഥയല്ല. ഇതിന് മതഗ്രന്ഥങ്ങളിൽ തന്നെ ചില തെളിവുകളുണ്ടെന്നാണ് ഈ വാദം പറയുന്നത്. നമുക്കതൊന്ന് നോക്കാം. ബൈബിളിലെ മത്തായിയുടെ സുവിശേഷത്തിൽ നിന്നുള്ള ഈ ഒരു ഭാഗം നോക്കൂ. യേശു പറയുകയാണ്, അതുകൊണ്ട് ഞാൻ നിങ്ങളുടെ അടുത്തേക്ക് പ്രവാചകന്മാരെയും ജ്ഞാനികളെയും ഉപദേഷ്ടാക്കളെയും അയക്കുന്നു. ഇവിടെ ദൈവം അയക്കുന്നു എന്നല്ല, ഞാൻ അയക്കുന്നു എന്നാണ് യേശു പറയുന്നത്. കണ്ടില്ലേ, ഒരു ദൂതൻ തന്നെ മറ്റു ദൂതന്മാരെ അയക്കുന്നതിന് ഇതിലും വലിയൊരു തെളിവ് വേണ്ടല്ലോ. അപ്പോ ഈ വാദത്തിന്റെ കാതൽ ഇതാണ്. 2 തരം ദൂതന്മാരുണ്ട്. ഒന്ന്, ദൈവത്തിൽ നിന്ന് നേരിട്ട് വരുന്നവർ. അവരുടെ കാലഘട്ടം മുഹമ്മദ് നബിക്ക് മുൻപായിരുന്നു. ആ പരമ്പര അദ്ദേഹത്തോടെ അവസാനിച്ചു. ഇനി രണ്ടാമത്തെ വിഭാഗം, ഒരു ദൂതനിൽ നിന്ന് വരുന്ന ദൂതന്മാർ, അതായത് മുഹമ്മദ് നബിയെപ്പോലുള്ളവരിൽ നിന്ന്. അവരുടെ കാലഘട്ടം മുഹമ്മദ് നബിക്ക് ശേഷമാണ്. ആ പരമ്പര ഇന്നും തുടരുന്നുവെന്നാണ് ഈ വ്യാഖ്യാനം പറയുന്നത്. ഇതിന് ഉദാഹരണങ്ങൾ വേണോ? യേശു അയച്ച 12 അപ്പോസ്തോലന്മാർ, അല്ലാഹുവിന്റെ ദൂതന്റെ ദൂതൻ എന്ന് വിളിക്കപ്പെട്ടിരുന്ന അലി ഇബ്നു അബി താലിബ്, പിന്നെ മുഹമ്മദ് നബിയുടെ കുടുംബപരമ്പരയിൽ നിന്ന് വന്ന ഇമാമുകളും മഹ്ദികളുമൊക്കെ ഈ രണ്ടാമത്തെ വിഭാഗത്തിൽ പെടും. അതായത് ദൈവത്തിന്റെ ഒരു ദൂതൻ അയച്ച ദൂതന്മാർ. ശരി, നമ്മളിപ്പോൾ കുറേ കാര്യങ്ങൾ ചർച്ച ചെയ്തു. അപ്പോ ഇതെല്ലാം കൂട്ടി വായിക്കുമ്പോൾ എന്താണ് മനസ്സിലാകുന്നത്? ആ വാതിൽ ഇപ്പോഴും തുറന്നു തന്നെ ഇരിക്കുകയാണോ? ഇന്നത്തെ കാലത്ത് ഇതിനെന്താണ് പ്രസക്തി? ഈ കാഴ്ചപ്പാടനുസരിച്ച് ദൈവവുമായുള്ള ആശയവിനിമയത്തിന്റെ വാതിൽ ഒരിക്കലും അടഞ്ഞിട്ടില്ല. അതിന്റെ രീതിയൊന്നു മാറിയെന്ന് മാത്രം. മനുഷ്യർക്ക് വഴികാട്ടാനായി പുതിയ ദൂതന്മാരെ അയക്കാനുള്ള ഒരു പുതിയ ചാനലായി, ഒരു പുതിയ വാതിലായി മുഹമ്മദ് നബി മാറി. അതെ, വാതിലടഞ്ഞില്ല, അതിന്റെ താക്കോൽ കൈമാറ്റം ചെയ്യപ്പെടുകയാണുണ്ടായത്. അപ്പോ നമ്മളിവിടെ അവസാനിപ്പിക്കുന്നത് ഒരു വലിയ ചോദ്യം മുന്നോട്ട് വെച്ചുകൊണ്ടാണ്. ദൈവികമായ മാർഗനിർദ്ദേശം പുതിയ ദൂതന്മാരിലൂടെ എന്നും തുടരുന്നുണ്ടെങ്കിൽ ഇന്നത്തെ നമ്മുടെ ഈ ലോകത്തിന് അതെന്ത് മാറ്റമാണ് കൊണ്ടുവരാം? ഇത് വെറുമൊരു പഴയകാല ചർച്ചയല്ല, അല്ലേ? നമ്മുടെയൊക്കെ ജീവിതത്തെ നേരിട്ട് ബാധിക്കുന്നൊരു ചോദ്യമാണിത്. ഈ ഒരു ചിന്തയുമായി ഞാൻ നിങ്ങളെ വിടുന്നു. അടുത്ത തവണ കാണാം.